शब्दों में आपका धन्यवाद करें, किन शब्दों में आपका धन्यवाद करें। दिन रात की ये सेवा हम याद करें, दिन रात की ये सेवा हम याद करें। शब्दों में आपका धन्यवाद करें, दिन रात की ये सेवा हम याद करें। किन शब्दों में आपका धन्यवाद करें। बेहद का प्यार आपने हमको है दिया, हीरा हमें बनाकर श्रृंगार है किया। श्रीमत से मन चमन को आवाज हम शब्दों में आपका धन्यवाद करें, दिन रात की ये सेवा हम याद करें। किन शब्दों में आपका धन्यवाद करें। खींचते हमारे प्यार में अब तक भी आ रहे हो, रथ को संभालते हुए वादा निभा रहे हो। ऐसे ही प्यार पर जान निसार हम करें, शब्दों में आपका धन्यवाद करें, दिन रात की ये सेवा हम याद करें। किन शब्दों में आपका धन्यवाद करें। संगम युग में बाबा आकर के मिलते रहना, हमने है सोचा आपसा बन कर के ही है रहना। दिल की यही है आरज़ू, प्रभु साथ हम शब्दों में आपका धन्यवाद करें, किन शब्दों में आपका धन्यवाद करें। दिन रात की ये सेवा हम याद करें, दिन रात की ये सेवा हम याद करें। किन शब्दों में आपका धन्यवाद करें। ओम शांति शांति।
लो होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ओम शांति 12/3/2022। मीठे बच्चे, बेहद बाप से सदा सुख का वर्षा लेना है तो മധുര സന്താനങ്ങളെ, പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും സദാ സുഖത്തിന്റെ ആസ്തി എടുക്കണമെങ്കിൽ जो भी कमियां हैं उन्हें निकाल दो. എന്തെല്ലാം കുറവുകളുണ്ടോ അവയെല്ലാം എടുത്തു മാറ്റൂ. पढ़ाई अच्छी रीति पढ़ो और पढ़ाओ. പഠിത്തം നല്ല രീതിയിൽ പഠിക്കൂ, പഠിപ്പിക്കൂ. प्रश्न, बाप समान सर्विस के निमित्त बनने के लिए कौन सा मुख्य गुण चाहिए? ബാബയ്ക്ക് സമാനം സേവനത്തിന് നിമിത്തമാകാൻ മുഖ്യമായ ഏത് ഗുണമാണ് ആവശ്യം? ഏത് ഗുണം? ബാബ തരുന്ന ഉത്തരം सहनशीलता का. देह के ऊपर टू मच मोह नहीं रखना है. ദേഹത്തോട് ഒരുപാട് മോഹം വെക്കരുത്. योग बल से काम लेना है. യോഗബലത്തിലൂടെ കാര്യങ്ങളെല്ലാം ചെയ്യൂ. जब योग बल से सब बीमारियां खत्म होगी, യോഗബലത്തിലൂടെ എല്ലാ അസുഖങ്ങളും ഇല്ലാതാകുമ്പോൾ ബാബ് സമാൻ സർവീസ് के निमित्त बन सकेंगे. ബാബയ്ക്ക് സമാനം സേവനത്തിന് നിമിത്തമാകാം. ഇനിയൊരു ചോദ്യം, कौन सा महापाप होने से बुद्धि का ताला बंद हो जाता है? ഏതൊരു മഹാപാപത്തിലൂടെ ബുദ്ധിയാകുന്ന പൂട്ട് പൂട്ടപ്പെടുന്നു? ഉത്തർ,
यदि बाप का बनकर बाप की निंदा कराते हैं, ബാബയുടെ കുട്ടിയായ ശേഷം ബാബയെ നിന്ദിക്കുന്നു, ആജ്ഞാകാരി വഫാദാർ ബന്നെ കെ ബജായെ ആജ്ഞാകാരിയും അനുസരണയുള്ളവരുമാകുന്നതിന് പകരം കിസി ഭി ഭൂത് കെ വശീഭൂത് ഹോക്കർ ഡിസർവീസ് കർത്തെ ഹെ, ഏതെങ്കിലും ഭൂതത്തിന് വശപ്പെട്ട് ഡിസർവീസ് ചെയ്യുന്നു, കാലാപ്പൻ നഹി ചോടത്തെ ഹെ, കറുപ്പാകുന്നത് ഉപേക്ഷിക്കുന്നില്ല, तो इस महापाप से बुद्धि को ताला लग जाता है. ഈ മഹാപാപത്തിലൂടെ ബുദ്ധി പൂട്ടപ്പെടുകയാണ്. ഒന്ന്, ബാബയെ പോലെ സേവനത്തിന് നിമിത്തമാകാൻ സഹനശീലരാകണം. യോഗബലത്തിലൂടെ ദേഹത്തിനോട് ടൂ മച്ച് മോഹം വെക്കരുത്. യോഗബലത്തിലൂടെ കാര്യങ്ങളെല്ലാം ചെയ്യണം. എന്നാലേ ബാബയെ പോലെ സേവനത്തിന് നിമിത്തമാകുള്ളൂ. പിന്നെ ഏതൊരു മഹാപാപം ബുദ്ധിയാകുന്ന പൂട്ടപ്പെടുന്നു? ബാബയെ നിന്ദിക്കുന്ന പ്രവൃത്തി, ആത്മാവിനെ കറുപ്പിക്കുന്ന പ്രവൃത്തി. അവരെന്താകുന്നുണ്ട്? ഏതെങ്കിലും ആജ്ഞാകാരിയും സത്യസന്ധരുമാക്കുന്നതിന് പകരം ഏതെങ്കിലും ഭൂതങ്ങൾക്ക് വശപ്പെടുന്നു, ഡിസർവീസ് ചെയ്യുന്നു എങ്കിൽ അത് മഹാപാപം. പിന്നെ ബുദ്ധിയുടെ പൂട്ടപ്പെടുകയാണ്. ഗീതം കോൺ ആയ മേരെ മൻ കെ ദ്വാര, ആര് വന്നു എന്റെ മനസ്സിലൂടെ. ഓം ശാന്തി. ഭഗവാൻ വാച്ച് बच्चे जान चुके हैं कि निराकार जो पतित पावन ज्ञान का सागर है. മക്കളെ മനസ്സിലാക്കി, നിരാകാരി, പതീത പാവനൻ, ജ്ഞാനസാഗരൻ, വഹ ബൈഠ് ആത്മാവോं को पढ़ाते हैं. ആ അച്ഛനാണ് ഇരുന്ന് ആത്മാക്കളെ പഠിപ്പിക്കുന്നത്. ശാസ്ത്ര ആദി പഠന സബ് ഹേ ഭക്തി മാർഗ്. ശാസ്ത്രങ്ങളെല്ലാം പഠിക്കുക, ഇത് ഭക്തിമാർഗമാണ്. സത്യത്രേതാമേ കോയി പഠിത്തേ നഹി. സത്യത്രേതായുഗത്തിൽ ആരും പഠിക്കുന്നില്ല. ദ്വാപർ സെ ലേക്കർ മനുഷ്യ പഠിത്തേ രഹത്തെ ഹെ. ദ്വാപരയുഗം മുതല് മനുഷ്യർ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ ഹി ശാസ്ത്ര ബനായേ ഹെ. മനുഷ്യരാണ് ശാസ്ത്രങ്ങൾ ഉണ്ടാക്കിയത്. ഭഗവാനെ നെഹി ബനായ ഹെ. ഭഗവാൻ അല്ല ശാസ്ത്രങ്ങൾ ഉണ്ടാക്കിയത്. നാ കൊയ് വ്യാസ് ഭഗവാൻ ഹെ. വ്യാസനും ഭഗവാൻ അല്ല. വ്യാസ് തോ മനുഷ്യത്ത. വ്യാസൻ മനുഷ്യനായിരുന്നു. നിരാകാർ പരം പിതാ പരമാത്മാ കോ സഭി യാദ് കർത്തെ ഹെ. നിരാകാരി പരംപിതാ പരമാത്മാവിനെ എല്ലാവരും ഓർമ്മിക്കുന്നുണ്ട്. ഭൂൽ സിർഫ് യഹ് കി ഹെ ജോ ഗീതാ കാ ഭഗവാൻ ശ്രീകൃഷ്ണ കോ സമജ് ലിയാ ഹെ. തെറ്റ് ചെയ്തത് എവിടെയാണ്? ഗീതയുടെ ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്ന് പറഞ്ഞു. ബാബ് സമझाते हैं ज्ञान का सागर मैं हूं. ബാബ മനസ്സിലാക്കി തരുന്നു, ജ്ഞാനസാഗരൻ ഞാനാണ്, നാ കി ശ്രീകൃഷ്ണ കൃഷ്ണനല്ല. ഇസ് ബേഹദ് കെ ദുനിയാ കി ഹിസ്റ്ററി ജോഗ്രഫി. ഈ പരിധിയില്ലാത്ത ഹിസ്റ്ററിയും ജോഗ്രഫിയും ആദി സെ അന്ത് തക് ബാപ്പ് ഹി ജാനത്തെ ഹെ. ആരംഭം മുതൽ അവസാനം വരെ ബാബയ്ക്കേ അറിയുള്ളൂ. കേസേ യഹ ആത്മായെ ആത്തി ഹെ. ആത്മാക്കളൊക്കെ എങ്ങനെയാണ് വരുന്നത്? മൂലവദൻ, സൂക്ഷ്മവദൻ ഓർ യേ ഹെ സ്ഥൂലവദൻ. മൂലവദനം, സൂക്ഷ്മവദനം, ഇതോ സ്ഥൂലവദനം. യഹ് ചക്ര കേസേ ഫിർത്താ രഹതാ ഹെ. ഈ ചക്രം എങ്ങനെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? യഹ് നോളജ് സിവായെ മുജ് നിരാകാർ ബീജരൂപ് ജ്ഞാൻ കെ സാഗർ കെ. ഈ ജ്ഞാനം നിരാകാരനായ ബീജരൂപനായ ജ്ഞാനസാഗരനായ और कोई सुना नहीं सकते. ഞാനല്ലാതെ വേറെ ആർക്കും കേൾപ്പിക്കാൻ സാധിക്കില്ല. फिर जब भक्ति मार्ग शुरू होता है तो भगत ही बैठे हैं शास्त्र आदि बनाए हैं. ഭക്തി മാർഗം തുടങ്ങിയപ്പോൾ ഭക്തർ ഇരുന്ന് ശാസ്ത്രങ്ങളെല്ലാം എഴുതാൻ തുടങ്ങി. യഹ് ശാസ്ത്ര തോ ഫിർ ബി ബന്നെ ഹെ. വീണ്ടും ഈ ശാസ്ത്രങ്ങൾ ഉണ്ടാക്കപ്പെടും. ऐसे യഹ് ബന്ന ബന്ദ് ഹോ ജായേഗ. ഇതുണ്ടാക്കുന്നത് നിർത്തലാകും എന്നല്ല. ഭാരത് കാ അസുൽ ആദി സനാതൻ ധർമ്മ ഹേ ദേവി ദേവത. ഭാരതത്തിന്റെ യഥാർത്ഥ ധർമ്മം, സനാതന ധർമ്മം ദേവി ദേവതാ ധർമ്മമാണ്. सत्युग आदि में देवी देवताओं का राज्य था.
സത്യുഗത്തിന്റെ ആരംഭത്തിൽ ദേവി ദേവന്മാരുടെ രാജ്യമായിരുന്നു. ഭാരതവാസി അപ്നെ ധർമ്മം കോ ഭൂൽ ഗയേ. ഭാരതവാസികൾ തന്റെ ധർമ്മത്തെ മറന്നിരിക്കുകയാണ്. ജോ പാവന്തെ അബ് വഹ പതീത് ബൻ ഗയേ ഹേ. പാവനമായവരെല്ലാം ഇപ്പോൾ പതീതമായിരിക്കുകയാണ്. इसीलिए भगवान कहते हैं मैं आकर तुमको पतित मनुष्य से पावन देवता बनाता हूँ. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, ഞാൻ വന്ന് പതീത മനുഷ്യരെ പാവനമായ ദേവതയാക്കുകയാണ്. തും ഭി ജാൻതേ ഹോ ദേവത ബന്നേ കെ ലിയെ ഹം പഠ് രഹേ ഹേ. നിങ്ങൾക്കും അറിയാം, ദേവതയാകാൻ വേണ്ടിയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യ സെ ദേവത ബാപ് കെ സിവായെ കോയി ബനാ നഹീ സക്തേ. മനുഷ്യരിൽ നിന്നും ദേവത ബാബയ്ക്കല്ലാതെ വേറെ ആർക്കും ആക്കാൻ സാധിക്കില്ല. ക്യൂങ്കി യഹാ തോ സബ് പതീത് ഭ്രഷ്ടാചാരി ഹെ. കാരണം ഇവിടെ എല്ലാവരും പതീതരാണ്, ഭ്രഷ്ടാചാരികളാണ്. വഹ ഫിർ പാവൻ ശ്രേഷ്ഠാചാരി കേസെ ബനായെങ്കെ. അവര് പിന്നെ എങ്ങനെ പാവനമായ ശ്രേഷ്ഠാചാരിയാകും? യഹ പതീത ആസുരി ദുനിയ രാവൺ രാജ്യ ഹെ. ഇത് പതീത ആസുരീയ ലോകം രാവണ രാജ്യമാണ്. രാജായി തോ ഹേ നഹി. പക്ഷെ രാജഭരണം ഇല്ലല്ലോ. ഗായ ഭി ജാത്ത ഹേ രാമരാജ്യ രാവൺ രാജ്യ. പറയപ്പെടുന്നു രാമരാജ്യം രാവണ രാജ്യം. ഭഗവാൻ ആക്കർ രാമരാജ്യ की സ്ഥാപന करते हैं. ഭഗവാൻ വന്ന രാമരാജ്യം സ്ഥാപിക്കുകയാണ്. कहते भी हैं, हे भगवान गीता का ज्ञान फिर से आकर सुनाओ. പറയുന്നു, ഹേ ഭഗവാനെ, ഗീതാജ്ഞാനം വീണ്ടും വന്ന് ഞങ്ങൾക്ക് കേൾപ്പിക്കൂ. കൃഷ്ണ തോ നഹീ സുനായെങ്കെ. കൃഷ്ണന് കേൾപ്പിക്കാൻ പറ്റില്ല. अब तुम बच्चे समझते हो हमको कोई मनुष्य नहीं पढ़ाते हैं. കുട്ടികളെ, നിങ്ങളിപ്പോ മനസ്സിലാക്കി, നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യരല്ല. മനുഷ്യത്വ ആത്മായെ സ പഠിത്തി ഹെ. മനുഷ്യാത്മാക്കളെല്ലാം പഠിക്കുകയാണ്. പഠാനെ വാല നിരാകാർ ഭഗവാൻ ഹെ. പഠിപ്പിക്കുന്നത് നിരാകാരിയായ ഭഗവാൻ. ക്യാ ബനാത്തെ ഹെ. എന്താണ് പഠിപ്പിച്ച് നമ്മളെ ആക്കി മാറ്റുന്നത്? മനുഷ്യ സെ ദേവത. മനുഷ്യനിൽ നിന്നും ദേവത. ഏഹ് എയിം ഓബ്ജക്ട്. ഇതാണ് ലക്ഷ്യവും ഉദ്ദേശവും. സ്കൂൾ മേ എയിം ഓബ്ജക്ട് കെ സിവായേ കൊയ് ക്യാ പഠ സക്കേങ്കെ. സ്കൂളില് ലക്ഷ്യം ഉദ്ദേശം ഇല്ലാതെ ആർക്ക് എന്ത് പഠിപ്പിക്കാൻ സാധിക്കും? തും ബച്ചോं की बुद्धि में है हम फिर से मनुष्य सा देवता बनने आए हैं. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, വീണ്ടും നാം മനുഷ്യനിൽ നിന്നും ദേവതയാകാനാണ് വന്നിരിക്കുന്നത്. പഠാനെ വാലോं को भी पूरा जानना चाहिए. പഠിപ്പിക്കുന്ന ബാബയെയും പൂർണമായും അറിയേണ്ടതായിട്ടുണ്ട്. ഉൻകാ നാം ഹേ ശിവ്. പേരിന് ശിവൻ എന്നാണ്. ശാരീരിക് നാം തോ ഹൈ നഹി. ശരീരത്തിന്റെ പേര് അല്ല. और പഠാനെ വാലി ഹോത്തി ഹേ ആത്മായെ ജോ അപ്നെ അപ്നെ ശരീർ ദ്വാര പഠിത്തി ഹേ. പഠിപ്പിക്കുന്നത് ആത്മാക്കളെയാണ്. ഓരോ ആത്മാവും തന്റെ ശരീരത്തിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹർ ഏക് കോ അപ്ന ശരീർ ഹെ. ഓരോരുത്തർക്കും അവരവരുടേതായ ശരീരം ഉണ്ട്. യഹ് ഏക് ഹി പരംപിതാ പരമാത്മാ ഹെ ജോ कहते हैं मुझे अपना शरीर नहीं है. ഒരേ ഒരു പരംപിതാ പരമാത്മാവ് മാത്രമാണ് ഇങ്ങനെ പറയുന്നത്, എനിക്ക് ശരീരം ഇല്ല. മേ ഇൻകാ ആധാർ ലേത്താ ഹോ. ഞാൻ ഈ ശരീരം ആധാരമായി എടുക്കുന്നു. എനിക്ക് ആത്മാവേ പഠിത്തി ഹെ. ഈ ആത്മാവും പഠിക്കുന്നു. ജോ പെഹ്ലെ നമ്പർ മേ ദേവത ബൻതി ഹെ. ഈ ആത്മാവ് നമ്പർ 1 ദേവതയാകുകയാണ്. जो न्यू मैन था वही पुराना हो गया. न्यू मैन ആണ് പുരാണ പഴയ മാൻ ആയത്. പുതിയ മനുഷ്യൻ പഴയതായി. കൃഷ്ണ ഹേ സബ്സെ പെഹല ന്യൂ മാൻ. കൃഷ്ണൻ നമ്പർ 1 ആദ്യത്തെ ന്യൂ മാൻ ആണ്. फिर 84 ജന്മോं के बाद आकर ब्रह्मा बना. പിന്നെ 84 ജന്മങ്ങൾക്ക് ശേഷം ബ്രഹ്മാവായി. അപ്നെ ജന്മം കോ നഹീ ജാൻതേ ഹേ. ഈ ആത്മാവിനും തന്റെ ജന്മത്തെ അറിയുന്നില്ല.
ഇസിലിയെ മേ ബൈറ്റ് സുനാത്താ ഹോ, അതുകൊണ്ടാണ് ഞാൻ ഇരുന്ന് കേൾപ്പിക്കുന്നത്. പെഹ്ലെ ജന്മമേ യഹ ശ്രീകൃഷ്ണ താ, ആദ്യത്തെ ജന്മം ശ്രീകൃഷ്ണനായിരുന്നു. ഫിർ പുനർജന്മ ലേത്തെ ലേത്തെ പതീത് ബൻ ഗയ, പിന്നെ പുനർജന്മങ്ങൾ എടുത്ത് എടുത്ത് പതീതമായി. अब फिर से इनको ब्रह्मा बनाकर सो ശ്രീകൃഷ്ണ ബനാതാക്കോ, ഇപ്പൊ വീണ്ടും ഈ ദേഹത്തെ ബ്രഹ്മാവാക്കി പിന്നെ ശ്രീകൃഷ്ണനാക്കുകയാണ്. ധ്യാഡ് മേ ക്ലിയർ ലിഖാ ഹുവാ ഹെ, കൽപവൃക്ഷത്തില് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. നീച്ചേ തപസ്യ കർ രഹേ ഹെ ബ്രാഹ്മൺ രൂപമേ, താഴെ തപസ് ചെയ്യുന്നു ബ്രാഹ്മണ രൂപത്തിൽ. ऊपर में वही ब्रह्मा पतित दुनिया में खड़े हैं, മുകളില് അതേ ബ്രഹ്മാവ് പതീത ലോകത്തിൽ നിൽക്കുന്നുണ്ട്. और यहाँ संगम पर अब तपस्या कर रहे हैं തത്വം, സംഗമത്തിൽ ഇപ്പോൾ തപസ് ചെയ്യുന്നു, നിങ്ങളും അതുപോലെ തന്നെ. तुम भी देवताते पुनर्जन्म लेते लेते पतित शूद्र बने हो, നിങ്ങളും ദേവന്മാരായിരുന്നു, പുനർജന്മങ്ങൾ എടുത്ത് എടുത്ത് പതീതമായി ശൂദ്രനായി. अब फिर पावन बनते हो, ഇപ്പോൾ വീണ്ടും പാവനമാകുന്നു. जानते हो पतित पावन परम पिता परमात्मा द्वारा, അറിയാമല്ലോ പതീത പാവനൻ പരംപിത പരമാത്മാവിലൂടെ. ഹം പാവൻ ബൻ രഹേ ഹേ, നാം പാവനമായിക്കൊണ്ടിരിക്കുകയാണ്. अब बाप बताते उपाय बताते हैं मुझे याद करो, ബാബ ഉപായം പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. മുझे യാദ് കർനെ സി തും പാവൻ ബനേംഗെ, എന്നെ ഓർമ്മിക്കുന്നതിലൂടെയാണ് നിങ്ങൾ പാവനമാകുക. ആത്മാവ് और ശരീർ दोनों ही पावन तो सिर्फ सत्युग में ही होगा. ആത്മാവ് ശരീരം രണ്ടും പാവനമാകുന്നത് സത്യുഗത്തിലാണ്. യഹാ ശരീർ സബ്കോ പതീത് മിൽത്താ ഹെ, ഇവിടെ എല്ലാവർക്കും പതീത് ശരീരമാണ് ലഭിക്കുന്നത്. सबसे खराब भ्रष्टाचार है काम विकार, ഏറ്റവും മോശമായ ഭ്രഷ്ടാചാരം കാമവികാരമാണ്. विष से पैदा होने वालों को ही भ्रष्टाचारी कहा जाता है. വിഷത്തിലൂടെ ജന്മമെടുക്കുന്നവരെയാണ് ഭ്രഷ്ടാചാരികൾ എന്ന് പറയുക. സത്യുഗ് में कोई भ्रष्टाचारी होता नहीं, സത്യുഗത്തിൽ ആരും ഭ്രഷ്ടാചാരി ഇല്ല. क्योंकि वहां विष ही नहीं, അവിടെ വിഷമേ ഇല്ല. कृष्ण को संपूर्ण निर्विकारी कहा जाता है, കൃഷ്ണനെ സമ്പൂർണ്ണ നിർവികാരി എന്നാണ് പറയുക. നിർവികാരി ഹി വികാരി ബനത്തെ ഹെ, പിന്നെ നിർവികാരികളാണ് വികാരികളാകുന്നത്. സത്യത്രേതാമേ വികാർ ഹോത്താ ഹി നഹി, സത്യത്രേതായകത്തിൽ വികാരങ്ങളെ ഇല്ല. इसीलिए बात कहते हैं इन 5 भूतों पर विजय पानी है. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ഈ പഞ്ചഭൂതങ്ങളെ ജയിക്കണം. ബാപ്പ ഹി വികാരി ദുനിയാക്കോ നിർവികാരി ബനാത്തെ ഹെ, ബാബയാണ് വികാര ലോകത്തെ നിർവികാരിയാക്കി മാറ്റുന്നത്. कोई है जिनको धारणा बिल्कुल होती नहीं, ഒരു ചിലർക്ക് ഒട്ടും ഈ ജ്ഞാനം ധാരണയാകുന്നില്ല. क्रोध का भूत, लोभ का भूत, मोह का भूत एकदम काला कर देता है. ക്രോധമാകുന്ന ഭൂതം, മോഹമാകുന്ന ഭൂതം, ലോഭമാകുന്ന മോഹം ഭൂതം, ഇതെല്ലാം കറുപ്പിക്കുകയാണ് ചെയ്യുന്നത്. സബ്സെ ഗന്ദ ഹേ കാം വികാർ, ഏറ്റവും മോശം കാമവികാരം. वह भी तब आता है जब देह अभिमान आता है. ആ കാമവികാരവും വരുന്നത് എപ്പോഴാ? ദേഹ അഭിമാനം വരുമ്പോൾ. ബാബ कहते हैं अपने को आत्मा समझो, ബാബ പറയുന്നു സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ആത്മാവേ ഹി സംസ്കാർ रहते हैं ज्ञान के, ആത്മാവിലാണ് ജ്ഞാനത്തിന്റെ സംസ്കാരം ഉള്ളത്. अभी आत्मा के ज्ञान के संस्कार बिल्कुल ही खत्म हो गया है. ഇപ്പോൾ ആത്മാവിലുള്ള ജ്ഞാനത്തിന്റെ സംസ്കാരം പൂർണ്ണമായും ഇല്ലാതെയായിരിക്കുകയാണ്. ബാബ कहते हैं मुझे याद करो, ബാബ പറയുന്നു എന്നെ ഓർമ്മിക്കൂ. മനുഷ്യ तो സാകാർ को ही याद करते हैं, മനുഷ്യര് സാകാരത്തിനെയാണ് ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. भक्ति में हिरे हुए है गुरु गोसाई व कोई देवता को याद करेंगे, ഭക്തിയിൽപ്പെട്ട് കിടക്കാണ്.
ഗുരുക്കന്മാരെ, ദേവി ദേവന്മാരെ, ഇങ്ങനെ ആരെങ്കിലൊക്കെ ദേഹം ധരിച്ചവരെയാണ് ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ബദ്രീനാഥ് അമർനാഥ് पर जाएंगे तो पत्थर की बैठ पूजा करेंगे. ബദ്രീനാഥ് അമർനാഥിലൊക്കെ പോകുമ്പം അവിടെ പൂജിക്കുന്നതും കല്ലുകൊണ്ടുണ്ടാക്കിയ വിഗ്രഹത്തിനെയാണ്. शिव के मंदिर में भी जाते हैं परंतु किसको पता नहीं कि वह बाप है. ശിവക്ഷേത്രത്തിലും പോകുന്നുണ്ട്, പക്ഷെ അറിയുന്നില്ല ഇത് നമ്മുടെ എല്ലാം അച്ഛനാണ് എന്ന്. ഇസ്കോ കഹാ ജാതാ ഹെ അന്ധശ്രദ്ധ. ഇതിനെയാണ് പറയുക അന്ധവിശ്വാസം. कोई जानते ही नहीं बाप कब आया कैसे आया. ആരും അറിയുന്നില്ല ബാബ എപ്പോഴാണ് വന്നത്, എങ്ങനെയാണ് വന്നത്. अब तुम बच्चों को सब कुछ समझाया जाता है. ഇപ്പൊ കുട്ടികളെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തരികയാണ്. परंतु तुम्हारे में कोई तोड़े हैं. പക്ഷെ നിങ്ങളിലും വളരെ കുറച്ചു പേരാണ് जो अच्छे സയാനെ വഫാദാർ ഫർമാൻ ബർദാർ ബच्चे हैं. നല്ല സൽപുത്രര്, സത്യസന്ധമായവര്, അനുസരണയുള്ളവര്. जिनमें भूतों का प्रवास नहीं है. അവരിൽ ഭൂതങ്ങളുടെ പ്രവേശം ഇല്ല. ഭൂതോं की പ്രവേശത वाले बड़ा तंग करते हैं. ഭൂതം പ്രവേശിച്ചാൽ വളരെയധികം ഉപദ്രവിക്കും. तो बहुत डिसर्विस करते हैं तो पद भी नीच मिल पड़ता है. വളരെയധികം ഡിസർവീസ് ചെയ്യുന്നു, അപ്പോൾ പദവിയും വളരെ താഴ്ന്നതാണ് ലഭിക്കുക. പുണ്യാത്മാ बनने के बदले और ही പാപാത്മാ बन पड़ते हैं. പുണ്യാത്മാവാകുന്നതിന് പകരം ഒന്നും കൂടി പാവാത്മാവായി മാറുകയാണ്. ഏക തോ ദേഹ അഭിമാന ഹേ, ദൂസറ ഒന്ന് ദേഹാഭിമാനം, രണ്ടാമത് ഫിർ ഓർ വികാർ ഭി ആ ജാതാ ഹെ, മറ്റു വികാരങ്ങളും വരികയാണ്. ലോഭ കാ ഭൂത് ആ ജാതാ ഹെ, അത്യാഗ്രഹത്തിന്റെ ഭൂതം വരുന്നു. ദിൽ ഹോത്തി രഹേഗി റബഡി മലായി കായെ, മനസ്സ് പറയുകയാണത്ര റബഡി കഴിക്കണം, മലായി കഴിക്കണം. അർത്ഥം നമ്മളൊക്കെ മധുബനി പോകുമ്പോ റബഡി 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 എന്നും പറഞ്ഞ് വെക്കില്ലേ, അതായത് ഈ പാലിന്റെ പാട അതിങ്ങനെ മണ്ണിന്റെ ചെറിയൊരു ചെപ്പിനകത്ത് ഇങ്ങനെ വെക്കും. ശുരു സേ ചൽത്താ ആയാ ഹെ, ഇങ്ങനെ പലർക്കും അത് തിന്നണം ഇത് തിന്നണം എന്ന് കൊതിച്ചിരിക്കുകയാണ്. തുടക്കം മുതലേ ഉണ്ട് ഇതൊക്കെ. അഭി തോ അവസ്ഥ പരിപക്വ ബനാനാ ഹെ, ആരംഭത്തിലുണ്ടായി ഓക്കെ, പക്ഷെ ഇപ്പം മനസ്സിനെ പാകപ്പെടുത്തണമല്ലോ. ലോഭ കാ ഭൂത് ബി പദ ഭ്രഷ്ട കറാ ദേത്താ ഹെ, ലോഭത്തിനുമാകുന്ന ഭൂതവും പദവിയെ ഭ്രഷ്ടമാക്കും. ആദാ കൽപ്പിൻ ഭൂതോനെ ഹൈറാൻ കിയാ ഹെ, അരകൽപ്പം ഈ ഭൂതങ്ങൾ അസ്വസ്ഥരാക്കി. ജോ कहते हैं हम പുണ്യാത്മാ बनते हैं और बनाते हैं, ഞാൻ പുണ്യാത്മാവാകുന്നു മറ്റുള്ളവരെ പുണ്യാത്മാവാക്കുന്നു എന്ന് പറയുന്നവർ കുദ്ഹി പാപാത്മാ ബൻ പടുത്തെ ഹെ, സ്വയം പാപാത്മാവാകുകയാണ്. और दूसरों को भी बनाने लग जाते हैं, എന്നിട്ട് മറ്റുള്ളവരെയും പാപാത്മാവാക്കുകയാണ്. നാം ബദ്നാം കർ ദേത്തെ ഹെ, പേര് ചീത്തയാക്കുകയാണ്. അഗർ തുമാരെ മേ ഹി ക്രോധ കാ ഭൂത് ഹെ, നിങ്ങളിൽ തന്നെ ക്രോധത്തിന്റെ ഭൂതം ഉണ്ടെങ്കിൽ തും ദൂസറോ കോ കേസെ നിക്കാലേങ്കെ, മറ്റുള്ളവരുടെ ഉള്ളിലെ ഭൂതങ്ങളെ എങ്ങനെ എടുക്കും. कोई देह अभिमान की उल्टी चलन देखो तो रिपोर्ट करो. ദേഹ അഭിമാനത്തിന്റെ തലകീഴായ ചലനം കണ്ടാൽ റിപ്പോർട്ട് ചെയ്യൂ. ധർമ്മരാജ് കെ പാസ് രജിസ്റ്റർ रहता है, ധർമ്മരാജന്റെ അടുത്ത് രജിസ്റ്റർ ഉണ്ട്. फिर सजा भोगने के समय तुमको सब साक्षात्कार कराएंगे. ശിക്ഷ വാങ്ങുമ്പോൾ എല്ലാ സാക്ഷാത്കാരവും ബാബ തരും. तुमने इन भूतों के वर्ष बहुतों को तंग किया है. നീ ഈ ഭൂതങ്ങൾക്ക് വശപ്പെട്ട് അനേകരെ ശല്യപ്പെടുത്തിയിട്ടുണ്ട്. കൈ ബച്ചെ ക്രോധ കി അഗ്നി മേ ജൽ മർത്തെ ഹെ, ചില കുട്ടികളെ ക്രോധ അഗ്നിയിൽ എരിഞ്ഞു ചാവുന്നു. ആത്മാ ബിൽകുൽ കാലി ബൻ ജാതി ഹെ, ആത്മാവ് പൂർണമായും കറുപ്പാകുകയാണ്. डिसर्विस करते तो बाबा बुद्धि का ताला बंद कर देते हैं. ഡിസർവീസ് ചെയ്യുന്നവരുടെ ബുദ്ധി പൂട്ടപ്പെടുകയാണ്. ബാബ അത് പൂട്ടും. ഉൻസെ ഫിർ കോയി സർവീസ് ഹോ നാ സക്കെ, അവർക്ക് പിന്നെ ഒരു സേവനവും ചെയ്യാൻ പറ്റില്ല.
अंत में बाबा ये साक्षात्कार कराएंगे, फिर बहुत परेशान होंगे. അവസാനം ബാബ ഈ സാക്ഷാത്കാരമെല്ലാം കാണിക്കുമ്പോൾ ഒരുപാട് അസ്വസ്ഥരാകും. इसलिए बच्चे ऐसा कोई काम नहीं करना चाहिए. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ഇത്തരത്തിലുള്ള പണിയൊന്നും ചെയ്യല്ലേ. ബാബ कह देते हैं अगर उल्टी चलन है तो रिपोर्ट करो. തലതിരിഞ്ഞ ചലനമാണ് എങ്കിൽ റിപ്പോർട്ട് ചെയ്യൂ. बाबा समझ जाता है देह अभिमान के कारण यह दासदासी जाकर बनेंगे. ബാബ മനസ്സിലാക്കും ദേഹാഭിമാനം കാരണം ഇവർ ദാസദാസിയാകുമ്പോയി. പ്രജാമേ ബി കം പദ് പായെങ്കെ, പ്രജകളിലും കുറഞ്ഞ പദവിയാണ് നേടുക. ബാബ തും ബച്ചോं को ज्ञान श्रृंगार कराते हैं. ബാബ കുട്ടികളായ നിങ്ങളെ ജ്ഞാനം കൊണ്ട് അലങ്കരിക്കുകയാണ്. फिर भी सुधरते नहीं, എന്നിട്ടും എന്താവുന്നില്ല കുട്ടികള്, നന്നാവുന്നില്ല. ഈ സമയം ഹി പരംപിത പരമാത്മാ ആക്ക്, ഈ സമയത്താണ് പരംപിത പരമാത്മാവെന്ന് ജ്ഞാനക ശൃംഗാർക്കറായ ജ്ഞാനം കൊണ്ട് അലങ്കരിച്ച് സത്യുക്കെ മഹാരാജ മഹാറാണി ബനാത്തെ ഹേ, സത്യയുഗത്തിലെ മഹാരാജാവാക്കുന്നു, മഹാറാണിയാക്കുന്നു. इसमें सहनशीलता बड़ी अच्छी चाहिए. ജ്ഞാനമാർഗത്തിൽ വളരെ നല്ല പോലെ സഹനശീലത ആവശ്യമാണ്. देह के ऊपर टू मच मोह नहीं होना चाहिए. ദേഹത്തിനോട് ഒരുപാട് മോഹമുണ്ടാകരുത്. योग बल से काम लेना है. യോഗ ബലത്തിലൂടെ കാര്യങ്ങളെ സാധിച്ചെടുക്കൂ. ബാബ भी बुढ़ा है परंतु योग में खड़ा है. നോക്കൂ, ബാബ വൃദ്ധനാണ്, പക്ഷെ യോഗത്തില് ബാബ എങ്ങനെയാണ്, നല്ല സ്റ്റഡിയാണ്. ബാബയുടെ ഫോട്ടോയിൽ തന്നെ നോക്കണേ ബാബ എങ്ങനെ ഇരിക്കുന്നതെന്ന്. ഖാസി ആദി ഹോത്തി ഹേ ഫിർ ബി സർവീസ് പർ ഹോത്തെ ഹേ. ബാബയ്ക്കും ചുമയൊക്കെ ഉണ്ട്, എന്നാലും ബാബ സേവനത്തിലാണ്. ബുദ്ധിക്ക് കിത്നി സർവീസ് കർണി ഹോത്തി ഹേ. ബുദ്ധി കൊണ്ട് എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യണം എന്നറിയാമോ, സേവനം ചെയ്യണം. इतने बच्चों को संभालना, मेहमानों के लिए प्रबंध रखना, ഇത്രയും മക്കളെ സംരക്ഷിക്കുക, അതിഥികൾ വരുമ്പോൾ അവർക്കെല്ലാം അവരെല്ലാം സൽക്കരിക്കുക. കിത്നാ ബോജാർ എത്ര കാര്യങ്ങളാ ഉള്ള നോക്കണേ. ഖ്യാലാത്ത് ബി ചൽത്തി ഹേ, അപ്പൊ അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്. അഗർ കൈ ബച്ചോं की ബദ്ചലൻ ഹോഗി തോ നാം ബദ്നാം കറായെങ്കെ. ചില കുട്ടികളുടെ ചലനം മോശമാണെങ്കിൽ പേര് ചീത്തയാക്കുകയാണ്. കഹേങ്കെ ഏസെ ബ്രഹ്മകുമാർ കുമാരിയാഹേത്, എന്തത് ഇങ്ങനെയാണോ ബ്രഹ്മകുമാരന്മാരും കുമാരിമാരെന്ന് ചോദിക്കും. തോ നാം ബ്രഹ്മാ കാ ഹുവാനാ, അപ്പൊ പേരാരുടെ വന്നു, ബ്രഹ്മാവിന്റെ. ഇസിലിയേ കഹാ ജാതാ ഹേ ഗുരു കാ നിന്ദക് ठौर ना पाए. ഗുരുവിനെ നിന്ദിക്കുന്നവർക്ക് സദ്ഗതി കിട്ടില്ല. ഏത് ഗുരുവാ? सतगुरु के लिए സത്ഗുരുവാണേ. ഇൻ കലിയുഗി ഗുരുവോനെ ഫിർ അപ്നെ ലിയെ ബത്താ ദിയാ ഹൈ. ഇതിനെ പോയി കലിയുഗത്തിലെ ഗുരുക്കന്മാരെ അവരവർക്ക് എടുത്തു. ഇസിലെ മനുഷ്യ ഉൻസെ ഡർത്തെ ഹേ. അതുകൊണ്ടാണ് മനുഷ്യര് ഗുരുക്കന്മാരെ കണ്ട് ഭയപ്പെടുന്നത്. കഹാ ഗുരുജി ശ്രാപ് നാ ദേ ദേവേ, അയ്യോ ഗുരുക്കന്മാര് ശപിക്കല്ലേ എന്നിട്ട്. യഹാ കോയി ഏസി ബാത് നഹി, ഇവിടെ അങ്ങനെയുള്ള ഒരു കാര്യവും ഇല്ല. अपनी चलन से अपने ऊपर बददुआ करते हैं. അവരവരുടെ ചലനമാണ് അവരവരെ എന്തെയ്യുന്നത്, ശപിക്കുന്നത്. बच्चों को अपने भविष्य का ख्याल रखना चाहिए. മക്കളെ, നിങ്ങളുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. अब पुरुषार्थ नहीं किया तो कल्प कल्पांतर यही हाल होगा. ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്തില്ല എങ്കിൽ കൽപ്പകൽപ്പാന്തരം ഈ അവസ്ഥ തന്നെയായിരിക്കും. കിത്ന അച്ഛി രീതി സംജാത്തെ ഹേ ഫിർ ബി കൈ ഹേ. എത്ര നല്ല രീതിയിലാ ബാബ മനസ്സിലാക്കി തരുന്നത്. എന്നിട്ടും ഒരു ചിലരുണ്ട്, ജോ കാലാപ്പൻ ചോടത്തെ ഹി നെഹി, മുഖം കറുപ്പിക്കുന്ന പണി നിർത്തുന്നേ ഇല്ല. ഫിർ ടൂട്ടുപെടുത്തേ ഹേ, അവര് പോകെ പോകെ വിട്ടുപോകും. അഥവാ മർക്കർ ജഹനൂം സെ ഗിർ ജാത്തെ ഹേ, ബാവട കൈ വിട്ടിട്ട് കലിയുഗത്തിൽ പോയി വീഴുകയാണ്. പഠായി ചോട് ദേത്തെ ഹേ, പഠിത്തം ഉപേക്ഷിക്കുകയാണ്. കൈ തോ ബച്ചെ അച്ഛേ ചലത്തെ ഹേ.
ഒരു ചില കുട്ടികൾ നല്ല രീതിയിലാണ് ജ്ഞാനമാർഗത്തിൽ ചലിക്കുന്നത്. കൊയ്ത്ത് ഈശ്വരീയ ജന്മം ലേക്ക് ചിലര് ഈശ്വരീയ ജന്മം എടുത്ത് 8-10 വർഷ के बाद भी മറുപടുത്തെ ഹേ. 8-10 വർഷങ്ങൾക്ക് ശേഷം മരിക്കുന്നു. അഥവാ ഫാർ ഗതി ദേത്തെ ഹേ, അഥവാ ബാബയെ ഡൈവോഴ്സ് ചെയ്യുന്നു. ലൗകിക് ബാപ്പ് भी सबूत बच्चों को देख खुश होते हैं. ലൗകിക അച്ഛനും സൽപുത്രരെ കാണുമ്പോൾ ഖുഷിയാകുന്നു. फिर भी नंबर वार तो है, എന്നാലും നമ്പർ വൈസ് ഉണ്ടല്ലോ. കൈ സെന്റർ पर भी തംഗ് करते हैं. ഒരു ചിലര് സെന്ററിൽ ഉപദ്രവിക്കുന്നവരുണ്ട്, സെന്ററിൽ വന്ന് ശല്യം ചെയ്യുന്നവരും ഉണ്ട്. ബഡേ കാണ്ടേ ബൻ ജാത്തെ ഹേ, അവര് വലിയ മുള്ളായി മാറാണ്. घर के बनकर फिर निंदा कराते हैं. വീട്ടിലെ കുട്ടിയായിട്ട് നിന്ദിക്കുകയാണെങ്കിൽ മഹാൻ പാപ് ആത്മാ ബൻ ജാത്തെ ഹേ, മഹാൻ പാപാത്മാവാകുകയാണ്. ഇസിലെ ബാബ സംജാത്തെ രഹത്തെ ഹേ, അതുകൊണ്ടാണ് ബാബ മനസ്സിലാക്കി തരുന്നത്. യഹാ തും ആയേ ഹോ ബേഹദ് കെ ബാപ് സേ സുഖ് കാ വർഷാ ലേനെ, നിങ്ങളിവിടെ വന്നിരിക്കുന്നത് തന്നെ പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും സുഖത്തിന്റെ ആസ്തി എടുക്കാനാണ്. തോ കാമിയ സബ് നിക്കാൽനി ചാഹിയേ, അതിനാൽ കുറവുകളെല്ലാം മാറ്റേണ്ടതായിട്ടുണ്ട്. സ്കൂൾ മേ പാസ് ഹോനെ വാലെ സ്റ്റുഡന്റ് ഷറത് രഖ്തേ ഹേ, സ്കൂളിൽ പാസ്സാകുന്ന കുട്ടികള് കണ്ടീഷൻ വെക്കും. എന്താ? 80 മാർക്ക് സെ പാസ് ഹോങ്കെ, 90 മാർക്ക് സെ പാസ് ഹോങ്കെ, 80 മാർക്ക് വാങ്ങി ജയിക്കും, 90 മാർക്ക് വാങ്ങി ജയിക്കും. फिर जब पास होते हैं तो खुशी में एक दो को तारे करते हैं. പിന്നെ ജയിച്ച സന്തോഷം കൊണ്ട് പരസ്പരം മെസ്സേജുകൾ വിടുകയാണ്. ഏഹേ ബേഹദ് കി പടായി, ഇത് പരിധിയില്ലാത്ത പഠിത്തം. സൂര്യവംശി ബനേങ്കെ യാ ചന്ദ്രവംശി, സൂര്യവംശിയാകുമോ ചന്ദ്രവംശിയാകുമോ യഹ് ഭി മാലൂം പട് ജാത്താ ഹേ, ഇതും അറിയാൻ സാധിക്കും. ചന്ദ്രവംശി രാജാ റാണി ജബ് ബൻത്തെ ഹേ, ചന്ദ്രവംശത്തിലെ രാജാ റാണി ആകുമ്പോൾ ഉൻകെ ആകെ സൂര്യവംശി ജैसे സെക്കൻഡ് നമ്പർ में हो जाती है, അവരുടെ മുന്നിൽ സൂര്യവംശി സെക്കൻഡ് നമ്പർ ആണ്. राम सीता का जब राज्य चलता है लक्ष्मी नारायण छोटे हो जाते हैं. രാമന്റെയും സീതയുടെയും രാജ്യം വരുമ്പോൾ ലക്ഷ്മി നാരായണനും അവരെക്കാളും ചെറിയവരാകുകയാണ്. സൂര്യവംശി നാമ ഹി ഖത്തം ഹോ ജാത്തി ഹെ, സൂര്യവംശം എന്ന പേര് തന്നെ അവിടെ ഇല്ലാതെയായി. നോളജ് ബഡി രമണീക് ഹെ, ഈ ജ്ഞാനം വളരെ രമണീകരമാണ്. ധാരണ അച്ചി ഉൻകി ഹോഗി, ഇത് നല്ല പോലെ ആർക്കാ ധാരണയാകുക? ജോ ശ്രീമത് പർ ചലേംഗെ, ആരാണോ ശ്രീമതത്തിലൂടെ ചലിക്കുക. വഹി ഫിർ ഉഞ്ച് പദ് പാസ് സക്കേംഗെ, അവരെ പിന്നെ ഉയർന്ന പദവി നേടാൻ സാധിക്കുള്ളൂ. शिव बाबा का भक्ति मार्ग में भी पार्ट है और ज्ञान मार्ग में भी पार्ट है. ശിവബാബയ്ക്ക് ഭക്തി മാർഗത്തിലും പാർട്ടുണ്ട്, ജ്ഞാനമാർഗത്തിലും പാർട്ടുണ്ട്. ശങ്കർ കാ കാമ ഹേ സിർഫ് വിനാശ് കാ, ശങ്കരന്റെ പണി വിനാശം. ഉൻകാ ക്യാ വർണ്ണൻ കറേംഗെ, എന്ത് വർണ്ണിക്കാനാ? ശിവ് ബാബാ കാ और ബ്രഹ്മ ബാബാ കാ तो बहुत വർണ്ണന ഹേ. ശിവ് ബാബയ്ക്കും ബ്രഹ്മ ബാബയ്ക്കും വളരെ അധികം വർണ്ണനകളുണ്ട്. 84 के चक्र में सबसे नंबर 1 पार्ट है बाबा का. 84 ജന്മങ്ങളുടെ ചക്രത്തിൽ നമ്പർ 1 പാർട്ട് ബ്രഹ്മ ബാബയ്ക്കാണ്. उन्होंने फिर शिव शंकर को मिला दिया है लोगर, നമ്പർ 1 പാർട്ട് ശിവബാബയ്ക്കാണ്. അവരെന്ത് ചെയ്തു? ലോകര് ശിവനെയും ശങ്കരനെയും ഒന്നാക്കി. शिव बाबा का तो सबसे बड़ा पार्ट है, शिव बाबा के ഏറ്റവും വലിയ പാർട്ടാണ്. सभी बच्चों को सुखी करना कितनी मेहनत का काम है. എല്ലാ മക്കളെയും സുഖിയാക്കുക ഇതെത്ര കഷ്ടമുള്ള പണിയാണെന്നറിയാമോ? ഫിർ ആരാം കർത്തെ ഹെ, പിന്നെ ബാബ വിശ്രമിക്കുകയാണ്. ബ്രഹ്മാ കാ तो 84 ജന്മം का പാർട്ട് है. ബ്രഹ്മ ബാബയ്ക്ക് 84 ജന്മങ്ങളുടെ പാർട്ടുണ്ട്. ഇസ്ലാമി ബോധി ആദി तो बाद में आते हैं. ഇസ്ലാം മതം ബുദ്ധ മതം എല്ലാം പിന്നെയാണ് വരുന്നത്. वह कोई ഓൾറൗണ്ട് പാർട്ട് നെഹി ബജാത്തെ, അവരൊന്നും ഓൾറൗണ്ട് പാർട്ട് അഭിനയിക്കുന്നവരല്ല. ഓൾറൗണ്ട് പാർട്ട് വാലോക്കോ സുഖ് കിത്നാ ഹെ, ഓൾറൗണ്ട് പാർട്ടുള്ളവർക്ക് എത്ര സുഖമാണെന്നറിയാമോ? ഹം സ്വർഗക്കെ മാലിക് ബൻ ജാത്തെ ഹെ, നാം സ്വർഗത്തിന്റെ യജമാനനാകുകയാണ്.
ഭാരത് സ്വർഗ കഹലാത്താ ഹേ, ഭാരതം സ്വർഗം എന്നാണ് പറയുക. ഖുഷി കിത്നി ഹോത്തി ഹേ ഹം അപ്നെ ലിയേ സ്വർഗ കാ രാജ്യ സ്ഥാപൻ കർ രഹേ ഹേ. നാം നമുക്ക് വേണ്ടി സ്വർഗത്തിന്റെ രാജ്യം സ്ഥാപിക്കുന്നു എങ്കിൽ എന്തുമാത്രം ഖുഷിയുണ്ടാകണം. औरों को भी समझाना है, वह आकर अपने जीवन बना ले. മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കൂ. വരട്ടെ അവര് വന്നിട്ട് അവരുടെ ജീവിതത്തിനെയും ധന്യമാക്കട്ടെ. തും ആയേ ഹോ പരംപിതാ പരമാത്മാ സേ സ്വർഗ കാ വർഷ ലേനെ. നിങ്ങൾ വന്നിരിക്കുന്നത് തന്നെ പരംപിതാ പരമാത്മാവിൽ നിന്നും സ്വർഗത്തിന്റെ ആസ്തി എടുക്കാൻ. बुद्धि में अगर एम ऑब्जेक्ट नहीं होगी तो बाकी यहाँ बैठ क्या करेंगे. ബുദ്ധിയിലെ ലക്ഷ്യവുമില്ല ഉദ്ദേശവുമില്ല എങ്കിൽ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ. ബ്രാഹ്മണ ഹേ ബ്രഹ്മാക്കെ മുഖവംശാവലി. ബ്രഹ്മാമുഖ വംശാവലികളാണ് ബ്രാഹ്മണര്. ബേഹദ് കാ ബാപ് ബേഹദ് കെ ബच्चे लेते हैं. പരിധിയില്ലാത്ത അച്ഛൻ പരിധിയില്ലാത്ത മക്കളാണ് എടുക്കുന്നത്. കിतने देर बच्चे हैं, ധാരാളം മക്കളുണ്ട്. ब्रह्मा का बनने बिगर शिव बाबा से वर्षा ले नहीं सकते. ബ്രഹ്മാവിന്റേതാകാതെ ശിവബാബയിൽ നിന്നും ആസ്തി എടുക്കാൻ സാധിക്കില്ല. ഭാരത് ശ്രേഷ്ഠാചാരിത വഹാ കൊയ് ഭൂത് നഹിത. ഭാരതം ശ്രേഷ്ഠാചാരി ആയിരുന്നു, അവിടെ ഭൂതങ്ങളൊന്നുമില്ലായിരുന്നു. അർത്ഥം പഞ്ചവികാരങ്ങൾ. ഏക് ബി ഭൂത് ഹേത്ത് വ്യഭചാരി കഹെങ്കെ. ഒരു ഭൂതം ഉണ്ടെങ്കിൽ അവര് വ്യഭചാരികളാണ്. ഭൂതം കൊത്ത് ബിൽക്കുൽ ബഗാന ഹേ. ഭൂതങ്ങളെ പൂർണ്ണമായും ഓടിച്ചു വിടണം. ബാബക്ക് ബഹുത്തിലേക്ക് ബേച്ച്തേ ഹേ. നിറയെ പേര് ബാബയ്ക്ക് എഴുതി അയക്കുകയാണ്. ബാബ കാം കാ ഭൂതായ പരതു ബച്ച് ഗയേ. ബാബ കാമമാകുന്ന ഭൂതം വന്നു, പക്ഷേ രക്ഷപ്പെട്ടു എന്ന്. ബാബ കത്തെ ബച്ചേ തൂഫാൻ തോ ബഹൂത്തായെങ്കെ. ബാബ പറയുന്നു, മക്കളെ കൊടുങ്കാറ്റുകൾ ധാരാളം വരും. परंतु कर्मेंद्रियों से कोई काम नहीं करना. പക്ഷേ കർമ്മേന്ദ്രിയങ്ങളിലൂടെ യാതൊരു പണിയും ചെയ്യരുത്, കാര്യവും ചെയ്യരുത്. ഭൂതോങ്കോ ബഗാനാ ഹേ. ഭൂതങ്ങളെ ഓടിക്കണം. നഹി തോ സൂര്യവംശി ചന്ദ്രവംശി ബൻ നഹി സക്കേംഗെ. എങ്കിൽ സൂര്യവംശിയാകാൻ സാധിക്കില്ല, ചന്ദ്രവംശിയാകാൻ സാധിക്കില്ല. ध्यान में जाना भी अच्छा नहीं है क्योंकि माया बहुत प्रवेश हो जाती है. ചിലര് പറയാം, എനിക്ക് ആ സാക്ഷാത്കാരം കിട്ടി, ഈ സാക്ഷാത്കാരം കിട്ടി, ട്രാൻസിൽ പോകുന്നു. പക്ഷേ അതും നല്ലതല്ല, കാരണം അതിലൂടെ മായ വളരെയധികം പ്രവേശിക്കും. അച്ഛ മീഠേ മീഠേ സിക്കീലതേ बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप को नमस्ते. धारणा के लिए मुख्य सार. कर्मेंद्रियों से कोई भी विकर्म नहीं करना है. കർമ്മേന്ദ്രിയങ്ങളിലൂടെ യാതൊരു വികർമ്മവും ചെയ്യരുത്. ऐसा कोई वचन नहीं चलनी है जिससे अनेकों का बददुआ निकले. അനേകരിൽ നിന്നും ശാപം കിട്ടുന്നത് പോലെയുള്ള വാക്കുകൾ വരരുത്. अपने भविष्य का ख्याल रख पुण्य कर्म करना है. ഭാവിയെ കുറിച്ച് ചിന്തിച്ച് പുണ്യകർമ്മം ചെയ്യുക. അന്തർ ജോ ഭി കാലാപൺ ഹെ. ഉള്ളിൽ എന്തെല്ലാം കറുപ്പുണ്ടോ, देह अभिमान के कारण भूतों की प्रवेशता है. ദേഹ അഭിമാനം കാരണം ഭൂതങ്ങളുടെ പ്രവേശതയുണ്ട്. ഉനെ നിക്കാൽ ദേനാ ഹേ. അവയെ എല്ലാം എടുത്തു കളയണം. ജ്ഞാൻ സെ അപ്നാ ശൃംഗാർ കർ സപൂത് ബച്ച ബന്നാ ഹേ. ജ്ഞാനത്താൽ സ്വയത്തെ അലങ്കരിച്ച് സൽപുത്രരാകണം. വരദാൻ ബിസി रहने के सहज पुरुषार्थ द्वारा. ബിസിയായിരിക്കുന്ന സഹജ പുരുഷാർത്ഥത്തിലൂടെ യോഗി നിരന്തര സേവാധാരി ഭവ. യോഗിയും നിരന്തര സേവാധാരിയുമാകൂ. ബ്രാഹ്മൺ ജന്മ ഹൈഹി സദാ സേവാക്കെ ലിയേ. ബ്രാഹ്മണ ജന്മം ഉള്ളത് തന്നെ സദാ സേവനത്തിന് വേണ്ടിയാണ്. ജിത്ന സേവാമേ ബിസി രഹേംഗെ. സേവനത്തിൽ എത്രത്തോളം ബിസിയായിരിക്കുന്നോ
ഉത്നാ സഹജ് ഹി മായ ജീത് ബനേങ്കെ. അത്രത്തോളം സഹജമായിട്ട് മായയെ ജയിക്കാൻ പറ്റും. ഇസിലിए जरा भी बुद्धि को फुर्सत मिले तो सेवा कर छूट जाओ. ബുദ്ധി അല്പമെങ്കിലും സമയം കിട്ടിയാൽ സേവനവുമായി ബുദ്ധിയെ ബന്ധിപ്പിക്കൂ. സേവാക്കെ സിവായെ സമയം നഹി ഗവാവോ. സേവനം ഇല്ലാതെ സമയം പാഴാക്കല്ലേ. ചാഹെ സങ്കല്പ സെ സേവാ കറോ ചാഹെ വാണി സെ. സങ്കല്പത്തിലൂടെ സേവനം ചെയ്യാം, വാക്കുകളിലൂടെ സേവനം ചെയ്യാം. ചാഹെ കർമ്മ സെ. കർമ്മത്തിലൂടെ സേവനം ചെയ്യാം. अपने संपर्क और चलन द्वारा भी सेवा कर सकते हो. തന്റെ സമ്പർക്കത്തിലൂടെയും തന്റെ ചലനത്തിലൂടെയും സേവനം ചെയ്യാൻ സാധിക്കും. സേവാമേ ബിസി രഹന ഹി സഹജ പുരുഷാർത്ഥ ഹെ. സേവനത്തിൽ ബിസിയായി ഇരിക്കുക എന്നത് തന്നെയാണ് സഹജ പുരുഷാർത്ഥം. बिजी रहेंगे तो युद्ध से छूट निरंतर योगी निरंतर सेवाधारी बन जाएंगे. ബിസിയായിരുന്നാൽ യുദ്ധത്തിൽ നിന്നും മോചിച്ച് നിരന്തര യോഗിയും നിരന്തര സേവാധാരിയുമാകാം. സ്ലോഗൻ. ആത്മാ കോ സദാ തന്ത്രുസ്ത് രഖ്നാ ഹെ തോ. ആത്മാവിനെ സദാ ആരോഗ്യമുള്ളതാക്കി വെക്കണമെങ്കിൽ ഖുഷിക്ക് ഖുറാക്ക് കാത്തേ രഹോ. സന്തോഷമാകുന്ന ഔഷധം കഴിച്ചുകൊണ്ടേയിരിക്കൂ. സ്വമാനം ഞാൻ. ആത്മാവ് നിരന്തര സേവാധാരിയാണ്. നോക്കൂ, ബാബ എന്ന് നമുക്ക് എത്ര വ്യത്യസ്തമായ പോയിന്റ് പറഞ്ഞല്ലേ. ബ്രഹ്മബാബ ശരീരം കൊണ്ട് വൃദ്ധനാണെങ്കിലും യോഗത്തിൽ ബാബ നല്ല സ്റ്റഡിയാണ്. നമ്മളും യോഗബലം ശേഖരിക്കണം. ഓം ശാന്തി. ആര്യാവർത്തം വിളിക്കുന്നു നിന്നെ. വന്നാലും ദേവാ ദേവാധിദേവാ നീയേക ശരണം. ഭാരതഭൂമി നിന്നവതാരദേശം. വന്നാലും ദേവാ ദേവാധിദേവാ നീയേക ശരണം. ആര്യാവർത്തം വിളിക്കുന്നു നിന്നെ. വന്നാലും ദേവാ ദേവാധിദേവാ നീയേക ശരണം. നീയേക ശരണം. നീയേക ശരണം. ദുഃഖത്തിൻ കടലായി കരയുന്നു ലോകം. നീ വന്നേ തീരൂ, നീ മാത്രം ശരണം. ദുഃഖത്തിൻ കടലായി കരയുന്നു ലോകം. നീ വന്നേ തീരൂ, നീ മാത്രം ശരണം. വിശ്വത്തിൻ നൗക ഓ വിശ്വത്തിൻ നൗക താഴുന്നു പ്രിയനെ. വന്നാലും ദേവാ ദേവാധിദേവാ നീയേക ശരണം. നീയേക ശരണം. നീയേക ശരണം.
എരിയുന്നു ലോകം കഥനത്തിൻ ചിതയിൽ, തകരുന്നു ഹൃദയം കേഴുന്നു ദേഹി. എരിയുന്നു ലോകം കഥനത്തിൻ ചിതയിൽ, തകരുന്നു ഹൃദയം കേഴുന്നു ദേഹി. പെയ്താലും സ്നേഹം, ഓ പെയ്താലും സ്നേഹം ആവോളം പ്രിയനെ, വന്നാലും ദേവാ ദേവാധിദേവാ. നീയേക ശരണം, നീയേക ശരണം, നീയേക ശരണം. കേഴുന്നു ലോകം വിളിക്കുന്നു നിന്നെ, അണയൂ നീ നാഥ കനിവിൻ്റെ താത. കേഴുന്നു ലോകം വിളിക്കുന്നു നിന്നെ, അണയൂ നീ നാഥ കനിവിൻ്റെ താത. വന്നാലുമരികെ ഓ വിളിക്കുന്നു നിന്നെ, നിന്മക്കളല്ലേ. വന്നാലും ദേവാ ദേവാധിദേവാ. നീയേക ശരണം. ആര്യാവർഗം വിളിക്കുന്നു നിന്നെ, വന്നാലും ദേവാ ദേവാധിദേവാ. നീയേക ശരണം. ഭാരതഭൂമി നിന്നവതാരദേശം, വന്നാലും ദേവാ ദേവാധിദേവാ. നീയേക ശരണം, നീയേക ശരണം, നീയേക ശരണം.